ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ അച്ഛനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ഓവറോൾ മൊത്തത്തിലൊരു വിലയിരുത്തലിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് കേട്ടതാണല്ലോ, അല്ലെങ്കിൽ 5-6 മാസമായല്ലോ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പോൾ നിങ്ങളിൽ പലരുമൊക്കെ അതൊക്കെ മറന്നുപോയി കാണും. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഓർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് പരിഗണിക്കാം നമുക്ക്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതായത് ഇന്നലെ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പറയാനായിട്ട് വെച്ച ഒരു സബ്ജക്റ്റ്, അത് രാവിലെ ഞാനതൊക്കെ മറന്നു കിടക്കുകയായിരുന്നു. എബി രാവിലെ അത് ഒന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ അത് ഓർത്തപ്പോൾ പിന്നെ എനിക്കത് 2 വാക്ക് പറഞ്ഞേ ഒക്കൂ എന്ന് വന്നു. അതിൻ്റെ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ മാസങ്ങൾക്ക് മുമ്പ് പറയായിരുന്നു, നിങ്ങളുടെ വിശ്വാസമൊക്കെ തകരും, നിങ്ങളുടെ യൗവനക്കാരൊക്കെ നിരീശ്വരവാദികളാകും, അങ്ങനെയാവും ഇങ്ങനെയാകും എന്നൊക്കെ അന്ന് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അതിനെ സാധൂകരിക്കുമാർ തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ അങ്ങ് തെക്ക് വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാമിലി, അവരുടെ ഒരു മകൻ ആപ്പനെ വെട്ടിക്കൊന്നു. അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചുരുക്കി പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലാഘവത്തോടെ അങ്ങ് പറയാൻ പറ്റുമോ? അതൊക്കെ ഭയാനകമായൊരു കാര്യമല്ലേ അത്. സത്യത്തിൽ അത് എല്ലാ മതങ്ങളിലും എല്ലാ സെക്റ്റുകളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2024 പല കൂട്ടങ്ങളിൽപ്പെട്ടവർ, ഓർത്തഡോക്സും കത്തോലിക്കും ഹിന്ദു മുസ്ലിമും ഒക്കെ അമ്മയപ്പന്മാരെ വെട്ടിക്കൊല്ലുകയും പലരെയും വെട്ടിക്കൊല്ലാനൊക്കെ ആളുകൾ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുള്ളൂ, പാപം പെരുകുകയാണ്, അധർമ്മം വർദ്ധിക്കുകയാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട്, അതായത് നോഹയുടെ കാലമാകണ്ടേ, നോഹയുടെ കാലത്തിലേക്ക് പോവുകയാണ്. മാതാപിതാക്കളെ ബഹുമാനമില്ലാത്തൊരു കാലം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. എവിടെയാ? 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നത് എന്താ? അതായത് മനുഷ്യർ വമ്പ് പറയുന്നവരും സ്വസ്നേഹികളും അവർ ഉഗ്രന്മാരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ഒക്കെയായി മാറും, ഭക്തിയുടെ വേഷം മാത്രമേ ഉണ്ടാകുകയെന്ന്. അതെവിടെയാ? ദൈവസഭയ്ക്കകത്താണ്. മത്തായി 24 വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലവും നോഹയുടെ കാലം പോലെ ഒരു കാലം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 2 കാലവും കൂടെ ഏതാണ്ട് ചേർന്ന് വരണം. 2 കാലവും കൂടെ. നോഹയുടെ കാലം കഴിഞ്ഞ് പിന്നീട് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണല്ലോ ലോത്തിൻ്റെ കാലം വരുന്നത്, സൊദോം ഗോമോറ. ആ 2 കാലഘട്ടവും കൂടെ സമ്മേളിച്ച് ഒരുമിച്ച് വരുന്ന ആ ഒരു സമയം, അതിന് തൊട്ട് മുൻപ് സംഭവിക്കുന്ന കാര്യമാണ് അത്തി തളിർക്കുക എന്നുള്ളത്. മീൻസ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടുന്നു, റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം, 2000 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ലോകം മുഴുവനും ഒരു അനാർക്കി, ലോകം മുഴുവനും ഒരു അരാജകത്വമാണ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കി, യൂറോപ്പിലേക്ക് നോക്കി, എവിടെയെങ്കിലും സ്വസ്ഥതയും സമാധാനം ശരിക്കും ഉണ്ടോ? ഇന്നലെ തന്നെ ഓസ്ട്രിയയിൽ 10-14 പേരെ ഒരു സിറിയക്കാരൻ കുത്തി, അതിലൊരു 9 വയസ്സോ മറ്റുള്ളൊരു കുഞ്ഞ് മരിച്ചു. അതിനു മുൻപ് എത്രയോ പേര് മരിച്ചു, അത് ഞാൻ മറന്നുപോയി. അതായത് ജർമ്മനിൽ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അതായത് ഇവർ കുത്തുവോ വെടിവെക്കുകയോ എന്തോ ചെയ്തതാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവനും ഒരു അസ്വസ്ഥതയാണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ വെള്ളറടയിലേക്ക് വരാം. അപ്പോൾ വെള്ളറടയിലെ ഈ ഫാമിലി, ഞാൻ ഇന്നലെ ഒരു ന്യൂസിൽ കേട്ടതാണ്. അത് കേട്ടതുകൊണ്ടാണ് വൈകിട്ട് പറയാമെന്ന് വിചാരിച്ചത്. പൊതുവെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പെന്തക്കോസ്റ്റ് എന്നുള്ളതിലാണല്ലോ ഇപ്പോൾ പറയുന്നത്. അത് വാസ്തവമാണ്. അതിനകത്ത് ഇനി വെള്ളം ചേർക്കാനൊന്നുമില്ല, ഒഴിവൊന്നുമില്ല. എന്നാലും അവരൊരു CSI ബാക്ക്ഗ്രൗണ്ടിൽ ഫാമിലി ആയിരുന്നു. കുറേ വർഷങ്ങളായുള്ളൂ, 5-10 വർഷം എങ്ങാണ്ട് ആയിട്ടുള്ളൂ ഈ പെന്തക്കോസ്റ്റ് അനുഭവത്തിൽ വന്നിട്ട്. പെന്തക്കോസ്റ്റ് അനുഭവത്തിൽ വന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും പെന്തക്കോസ്റ്റുകാർ മാമോദീസ മുക്കി എന്നുള്ള വാസ്തവമാണ്. അപ്പം മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തിൽ, അവരുടെ ഇതിലായിരിക്കും അവരിങ്ങനെ കടന്നു വരാനിടയായത് ഈ വിശ്വാസ വഴിയിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഈ 10-25 വയസ്സുള്ള യൗവനക്കാരൻ ആ സമയത്ത് 10-15 വയസ്സൊക്കെ ഉള്ളായിരിക്കും. അത്രയൊന്നും നമുക്ക് സൂക്ഷ്മം അറിയില്ല. ആ പ്രായത്തിൽ അപ്പൻ്റെ അമ്മയുടെയും കൂട്ടത്തിൽ വെള്ളത്തിൽ ഇറങ്ങി കാണും. അല്ലാതെ സുവിശേഷം കേട്ടതോ രക്ഷ അനുഭവിച്ചതോ ഒക്കെ ആണെങ്കിൽ ഇത് അതിസാഹസികമായിട്ടല്ലേ പ്രവർത്തിച്ചത്. അതായത്
ഡെലിബറേറ്റ്ലി വന്നങ്ങ് വെട്ടിക്കൊല്ലുകയാണ്. അതായത് ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. അതെ, സംയമനം നഷ്ടപ്പെട്ടാൽ, ഇന്ദ്രിയജയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് വാക്ക് തർക്കമൊന്നും അല്ലല്ലോ, കരുതി കൂട്ടി പ്ലാൻ ചെയ്തു വന്നതല്ലേ. അതായത് കുറേ ദിവസങ്ങളായിട്ട് പുള്ളി ഏതോ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിനിമയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആണെന്നാണ് സെക്യുലർ മാധ്യമങ്ങൾ പറയുന്നത്. ഞാൻ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞെട്ടിപ്പോയി. ഈ പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ ജി ഭയങ്കര പണ്ഡിതനാണ്. ആ പണ്ഡിതൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ ഓരോരുത്തർ ചിലപ്പോഴൊക്കെ അയക്കാറുണ്ട്. ഇനി മേലാലെങ്ങാനും അയച്ചാൽ റെഡിയാക്കും ഞാൻ. ആ പണ്ഡിതൻ പിറവത്തിനടുത്തൊരു കൺവെൻഷനിൽ പോയി നിന്നിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തീയ പാട്ടുകളൊന്നും കേൾക്കുന്നില്ല, ഞാൻ കേൾക്കാറുള്ള സിനിമാ പാട്ടുകളാണ്. അതിൻ്റെ താൻ ഒരു താല്പര്യമുള്ള പാട്ടിൻ്റെ പേരും പറഞ്ഞു. ആ പാട്ടൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നതെന്ന്. അത്ഭുതപ്പെടുന്ന കാര്യം, അവർക്കൊക്കെ ഇന്നും മാർക്കറ്റുണ്ട്, ഇന്ന് റേഞ്ചുണ്ട്, ഇന്നും ജനം അവരുടെയൊക്കെ തോളത്ത് കൈയിട്ട് നടക്കുക. നമ്മളാരെങ്കിലും അങ്ങനെ പറയുന്നതെങ്കിൽ പെന്തക്കോസ്ത് ലോകം ബാക്കി വയ്ക്കുമോ? വീണുപോയി, പിന്നെ എന്നാ ദുരുപദേശകനായി എന്ന് വേണ്ട എന്തെല്ലാം ചാപ്പകൾ തരും. ഞാൻ എൻ്റെ ദേശത്ത് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന കാലത്ത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്. നമ്മൾ കഷ്ടങ്ങൾ മാറാനല്ല ഉപവസിക്കേണ്ടതെന്ന് പറഞ്ഞ് എവിടെയോ പ്രസംഗിച്ചു. അത് ഞങ്ങളുടെ മാതൃസഭയിലുള്ള വിശ്വാസികൾ ഞങ്ങളുടെ പാസ്റ്റർക്ക് കൊണ്ടുപോയി ഒറ്റുകൊടുത്തു. നമ്മുടെ സജി ബദർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് പാസ്റ്റർ ഉടനെ ഒരു ചാപ്പ അടിച്ച് എല്ലാവർക്കും കൊടുത്തു. പുള്ളി തെറ്റിപ്പോയിരിക്കുന്നു, ദുരുപദേശകനായിരിക്കുന്നു. എന്നതാ ഞാൻ ചെയ്ത മഹാപാതകം? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. കഷ്ടങ്ങൾ മാറാനല്ല ഉപവസിക്കേണ്ടത്, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല ഉപവസിക്കേണ്ടതെന്ന് പറഞ്ഞുള്ളൂ. നിസ്സാര ഒരു കാര്യത്തിന് അവർ നമുക്കൊരു ചാപ്പയടിച്ച് തന്നു. അപ്പം ഞാൻ ഓർക്കുക, ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ പറയുന്ന മണ്ടത്തരങ്ങളും, ഇത് മണ്ടത്തരമല്ല, ഒരു തലമുറയെ തന്നെ മറിച്ച് കളയല്ലേ. ഇപ്പം ആ ചെറുക്കൻ കണ്ട സിനിമയുടെ ഇതൊക്കെ അതിനകത്ത് കാണിച്ചു, ഞാൻ കണ്ടു അത് ന്യൂസിൽ. അപ്പോൾ ഏതാണ്ട് രക്തമൊക്കെ ഇങ്ങനെ ആരെയോ കൊല്ലുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്, അത് ശത്രുവിനെ കൊല്ലുന്ന കാര്യം. അപ്പോൾ അങ്ങനെ രക്തം തെറിച്ചു വരുന്ന കാര്യമൊക്കെ ആ വീഡിയോ മീൻസ് ന്യൂസിൽ കാണിക്കുക. അപ്പോൾ അവനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു സിനിമ. ആ പണ്ഡിതൻ പറഞ്ഞത് സിനിമ കാണാത്തതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർക്ക് വിവരം വെക്കാത്തതെന്നാണ്. സിനിമ കണ്ടാൽ വിവരം വെച്ചേനെന്ന്. ഇപ്പോൾ ഈ ചെറുക്കൻ എന്തായാലും സിനിമ കണ്ടു, അവർ വിവരം വെച്ചു, അപ്പനെ പറഞ്ഞയച്ചു, കീഴേ പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പം രക്ഷിക്കപ്പെട്ടാണെന്ന് ആർക്കറിയാം, എന്തു ആകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അനേകരുടെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് പേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പെന്തക്കോസ്ത് ലോകത്ത് അനേക യൗവനക്കാർ ഫെഡപ്പായിട്ടിരിക്കുക. പ്രോപ്പറായ ടീച്ചിങ്ങും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ കുറേ ജനറൽ കൺവെൻഷനും അല്ലാത്ത കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ കൺവെൻഷൻ പ്രീച്ചേഴ്സ് എന്ന് പറയുന്നവരെല്ലാം മേജോറിറ്റി പ്രൊഫഷണൽ പ്രീച്ചേഴ്സാണ്. ആ ദൈവകൃപയിലൊക്കെ സഞ്ചരിക്കുന്നവർ വളരെ കുറവേ ഉള്ളൂ. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരു തൊഴിലാണത്. അപ്പോൾ അതിന് വേണ്ടിയ സ്കില്ലുണ്ട് അവർക്ക്. ആ സ്കില്ല് വെച്ചിട്ട് അവരിത് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. പിന്നെ പെന്തക്കോസ്ത് ലോകത്ത് ഒത്തിരി, ഇപ്പോൾ ഇവിടെ ദുബായിക്കാരൊക്കെ ഇരിപ്പുണ്ട്, ദുബായിക്കാരും എല്ലാ പുള്ളികളും ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരൊക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ന്യൂസിലാൻഡുകാരെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവിടെ അതിന് മാത്രം പ്രവാചകനൊന്നും വരുന്നില്ല, ദൂരെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. ഏതും ആകട്ടെ, ഒറ്റയൊരുത്തിന് വെളിപ്പെടുന്നില്ലല്ലോ. ഇങ്ങനെ ഒരുത്തൻ വെട്ടുകത്തിയായിട്ട് നിൽക്കുന്നു, അപ്പനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന നിലയിൽ ഒരു പ്രവാചകനും പ്രവാചകയും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടോ? കാരണം നോക്കണം, ഇത് എൻറ്റയർ ക്രിസ്ത്യൻ വേൾഡിനാണ് ഡാമേജ് ഉണ്ടാക്കിയത്. പെന്തക്കോസ്തിന് മാത്രമല്ല, ബാക്കി പാവം പിടിച്ച കത്തോലിക്കിനും ഓർത്തഡോക്സുകാരനും ഒക്കെ ഇത് ചുമക്കേണ്ടി വരും. കാരണം ഒരു യഹോവ സാക്ഷിക്കാരൻ മാർട്ടിൻ എന്ന് പറഞ്ഞൊരുത്തൻ ക്രിസ്ത്യാനി പോലുമല്ല, കളമശ്ശേരിയിലൊരു ചെറിയ ബോംബ് പൊട്ടിച്ചപ്പോൾ അത് മുഴുവൻ ക്രിസ്ത്യാനികളുടെ പുറത്ത് കൊണ്ടുവന്നു. മുസ്ലിങ്ങളൊക്കെ കത്തോലിക്കരോട് സംസാരിക്കുമ്പോൾ എല്ലാം അവർ കോട്ട് ചെയ്യുന്ന ഇതാണ്. മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉത്സാഹിക്കുന്നു എന്നുള്ളത് പൊതുവെ പറയുമല്ലോ. നിങ്ങളൊട്ടും മോശമല്ല, നിങ്ങളുടെ മാർട്ടിൻ നോക്കണം, അവൻ കത്തോലിക്കനുമല്ല, ഒന്നുമല്ല, അവൻ യഹോവ സാക്ഷിക്കാരനാണ്. ചുമ്മാ ഇരിക്കുന്ന കത്തോലിക്കിനത് ചുമക്കേണ്ടി വരികയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവമൊക്കെ അനേകർക്ക് എന്താ പറയുക, മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ലേ. മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അങ്ങനത്തെ കാര്യങ്ങളല്ലേ. നമ്മൾ വലിയ നീട്ടത്തിലല്ലേ പറയുന്നത് പെന്തക്കോസ്ത് ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഞാനാണെങ്കിൽ എന്തുമാത്രം പ്രസംഗിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. ആ ചെറുക്കൻ്റെ കുഴപ്പമല്ല, തന്തയുടെയും തള്ളയുടെയും കുഴപ്പമല്ല, പാസ്റ്ററുടെയോ സഭയുടെയോ ഒന്നും കുഴപ്പമല്ല. പിന്നെ എന്ത് കുഴപ്പമാണ്? മൊത്തത്തിൽ പെന്തിക്കോസിന് സംഭവിച്ച കുഴപ്പമാണ്. അതെന്ത് കുഴപ്പമാണെന്ന് ചോദിച്ചാൽ, അവിടെ കുറേ ദൈവദാസന്മാർ പറയുന്നുണ്ട് ദൈവവചനം, അത് ചുരുക്കം പേരല്ലേ ഉള്ളൂ. എന്തുമാത്രം ചർച്ചസാ. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു യാത്രയിൽ അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് പൊല്ലൂർ വരെയുള്ളൊരു യാത്രയിൽ നമ്മൾ ആ റോഡിലൂടെ പോകുമ്പോൾ 2 സൈഡിൽ നോക്കിയാൽ എണ്ണിയാൽ തീരാത്തത്ര ചർച്ചുകളാണ്. നോക്കുമ്പോൾ ഒന്ന് IPC, 2 സെക്കൻഡ് കഴിയുമ്പോൾ അപ്പുറം സൈഡിൽ ചർച്ച് ഓഫ് ഗോഡ്, 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ ഷാരോൺ, പിന്നെ അപ്പുറം ഒരു സ്വതന്ത്രൻ. അങ്ങനെ ഇങ്ങനെ എന്തുമാത്രം ചർച്ചസാണെന്നറിയാവോ. ആ ചർച്ചിലൊക്കെ ധാരാളം ആളുകളുണ്ട് താനും. ഇവരെല്ലാം ഇങ്ങനെ മട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് പാസീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല. അപ്പോൾ ഇതിൽ എൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ചർച്ചസിലൊന്നും സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ കത്തോലിക്ക, ഓർത്തഡോക്സ് മുതലായ ആളുകൾ അവരുടെ ചർച്ചുകളിൽ ചെല്ലുമ്പോൾ, അതായത് ചുമ്മാ ചടങ്ങായിക്കോട്ടെ, ചടങ്ങാണെങ്കിൽ എന്തും ആയിക്കൊള്ളട്ടെ, അതായത് ഓരോ ദിവസവും അവരുടെ കുർബാനയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ, വിശേഷിച്ച് കത്തോലിക്കിനേക്കാൾ കൂടുതൽ ഓർത്തഡോക്സുകാർക്ക് അല്ലെങ്കിൽ സിറിയൻ ഗ്രൂപ്പുകാർക്ക്, അവർ ക്രൂശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, സ്ലീബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കുരിശു വരയ്ക്കും. അല്ല, ഈ 2 ദിവസം മുമ്പ് വരച്ചതല്ലേ, പിന്നെ ഒന്നുകൂടെ വരയ്ക്കണേ എന്തിനാ? ബോറടിക്കില്ലേ? ബോറടിയില്ല. അതൊരു ചടങ്ങിൻ്റെ ഭാഗമാണ് അവർക്ക്. കാരണം അത് തലമുറ അവർക്ക് കൈമാറി കിട്ടിയ കാര്യമാണ്. അത് മാറ്റാൻ കഴിയില്ല. അത് അവരങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ലോജിക്കുണ്ടോ, അർത്ഥമുണ്ടോ, വ്യാപ്തിയുണ്ടോ എന്നൊന്നും ചോദിക്കണ്ടെന്നേ. അവർക്കതിനകത്തൊരു ബോറടിയില്ല. അവരത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പെന്തിക്കോസുകാരൻ്റെ ഫെലോഷിപ്പുകളിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിരന്തരം പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ബോറടിക്കുന്നത്? ബോറടിക്കുന്നുണ്ടല്ലോ പലർക്കും. അതെങ്ങനെയാണ് ബോറടിക്കുന്നത്? അവർക്ക് കുരിശ് വരച്ചിട്ട് ബോറടിയൊന്നുമില്ല. അത് ആത്മപ്രേരിതമൊന്നും അല്ലെന്നേ, അപ്പനാപ്പന്മാരായിട്ടുള്ള പ്രേരിതമാണ്, ആത്മപ്രേരിതമൊന്നുമല്ല. അതങ്ങനെ ചെയ്തു പോവുകയാണ്. അവർക്ക് ഒരു ക്ഷീണമില്ല, മടുപ്പുമില്ല ആ കാര്യത്തിലൊക്കെ. പിന്നെ എന്താ പാസ്റ്റർമാർക്ക് ഈ സത്യവചനം പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? ഈ സൈസ് ആൾക്കാരെ ഉണ്ടാക്കുന്ന ആരാന്നറിയാവോ? പെന്തക്കോസിലെ പാസ്റ്റേഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്കൊന്നും സ്നാനം കൊടുക്കരുത്. എന്തിനാളുകളെ സ്നാനപ്പെടുത്തുന്നു? പാസ്റ്റേഴ്സിൻ്റെ ഒരു നേച്ചറാണ്. 2 ആഴ്ച ഒരുത്തൻ വന്നത് പരമാർത്ഥമാണ്, 3-ാമത്തെ ആഴ്ച അവനെ മുക്കിയിരിക്കും. മുക്കിയില്ലേ ഉറക്കം വരില്ല. പാസ്റ്ററുടെ പെമ്പിള തന്നെ ചെവിയിൽ ഓതും, സ്വർഗത്തിൽ പോണ്ടേ എന്നൊക്കെ. സ്വർഗത്തിൽ പോകാനാണോ സ്നാനപ്പെടുന്നത്? ഇത് ഒരു കേസല്ല സഹോദരങ്ങളെ, ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു സന്ദർഭം വന്നുകൊണ്ടല്ലേ പറയുന്നത്. സന്ദർഭമില്ലാതെ എല്ലാം പറയണത് എങ്ങനെയാണെന്ന് ഓർത്താൽ പറയാത്തത് പലപ്പോഴും. പല സ്ഥലത്തെയും കാര്യങ്ങൾ റെക്കോർഡ്സിലുണ്ട്, നമ്മുടെ റെക്കോർഡ്സിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് അസ്ഥാനത്തുള്ളൊരു സംസാരമല്ലേ അത്. സ്വർഗത്തിൽ പോകാനാണോ? ആള് രക്ഷയിലേക്ക് വരാനല്ലേ അവരെ ഉത്സാഹിപ്പിക്കേണ്ടത്. രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ രക്ഷയുടെ സന്തോഷം, പഠനമില്ലെന്ന് ഇതിനകത്തൊന്നും, പഠനങ്ങളൊന്നുമില്ല. ആകെ മത്തായി 28 ഒടുക്കത്തെ 2 വാക്യം പറഞ്ഞിട്ട് ഒരു 10-15 വാക്യമുണ്ട് സ്നാനവുമായി ബന്ധപ്പെട്ട്. അതങ്ങ് വായിച്ച് കേൾപ്പിക്കലാണ് പതിവ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റോ, സ്നാനം വെക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ്, റോമർ 6 കുറേ വാക്യങ്ങൾ അങ്ങനെ ഞാൻ കൊടുക്കും. അല്ലാതെ ഈ മനുഷ്യരുടെ ഉള്ളിൽ തട്ടുന്നില്ല. ഇത് ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് താനെ തെറ്റി ഒഴിഞ്ഞു വന്നവനാണ്. ആലോചിക്കാൻ പോലും പറ്റില്ല, അത്ര ഭയങ്കരമായ ന്യായവിധി. അത് കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ആ ന്യായവിധി പുത്രൻ്റെ മേൽ വന്ന് വീണപ്പോൾ അതവൻ്റെ അസ്ഥിയെ കൂടെ കയറി പിടിച്ചെന്നാണ് പറയുന്നത്. ആ തീയ് അവൻ്റെ അസ്ഥിയിൽ കയറി കത്തിയെന്ന്. അത്ര ഭയങ്കരമായ ന്യായവിധി. ഈ ന്യായവിധി ശരിയായ സുവിശേഷ പ്രസംഗത്തിൽ വരണ്ടേ? പബ്ലിക്കിലൊക്കെ പറയുമ്പോൾ പരിമിതികളുണ്ട്. പക്ഷേ ചർച്ചിനകത്ത് പ്രസംഗിക്കാമല്ലോ. അവിടെ എഴഞ്ഞു നടക്കുന്നൊക്കെ നാളെ വളർന്നു വരില്ലേ കൊച്ചു പിള്ളേരെ? അപ്പോൾ ഓരോന്ന് വളർന്നു വരുമ്പോൾ, ഇപ്പം നമ്മൾ സാധാരണ ഈ സദ്യക്ക് വിളമ്പുമ്പോൾ ഓരോ പന്തി എന്നല്ലേ പറയുന്നത്, പന്തി. ഓരോ പന്തിക്ക് ഇങ്ങനെ വിളമ്പി പോവുക. 2-3 പന്തി വിളമ്പിക്കഴിഞ്ഞു. അത് കഴിയുമ്പോൾ വിളമ്പുകാരൻ തീരുമാനിക്കുക, കുറേയൊക്കെ വിളമ്പിയില്ല, ഇനിയിപ്പോൾ ഈ സാധനം വിളമ്പണ്ട, ഇനി വരുന്നവർക്കൊന്നും വിളമ്പണ്ട എന്നയൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? അവസാനത്തവൻ വരെ
അതായത് ഈ പാത്രത്തിലുണ്ടെങ്കിലത്തെ കാര്യമാണ്. അവസാനത്തവന് വരെ അത് വിളമ്പി കൊടുക്കണ്ടേ സഹോദരങ്ങളെ? അങ്ങനെയെങ്കിൽ നമ്മുടെ ചർച്ചസിൽ, നമ്മൾ ചെറിയ കൂട്ടമാകട്ടോ, നിങ്ങൾ കോപിച്ചേക്കരുത്, എൻ്റെ ഉള്ളിലൊരു ശോഭ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ സഞ്ചരിക്കുന്നയാളാണ്, എനിക്ക് അനേക ദൈവദാസന്മാരെയും സഭകളെ അറിയാം. അവരോടൊക്കെ എന്നാ പറയാനാ? അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് തീർക്കുക എന്ന് കൂട്ടിക്കോ. നിരന്തരം ക്രൂശ് വെളിപ്പെടുത്തണം. നിരന്തരം സമാഗമന കൂടാരത്തിലേക്ക് കടന്നു വരുന്ന പുരോഹിതൻ മൊത്തത്തിൽ മറ്റ് പുരോഹിതന്മാരെയും സെൻഹദ്രി സംഘത്തെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്, എല്ലാ ദിവസവും ഈ വാതിൽ തുറക്കുമ്പോൾ ഈ യാഗപീഠം കാണുന്നത്, കുറച്ച് ദിവസം ഇത് അപ്പുറം വെച്ചിട്ട് അത് ഇപ്പുറം വയ്ക്കാൻ പറയുക. ഏത് ലേവർ അത് ആദ്യം വയ്ക്കേ. ഈ യാഗപീഠം അങ്ങോട്ട് മാറ്റി അത് ഇങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റുമോ? അത് വൺസ് വെച്ചതാണെങ്കിൽ വെച്ചതാ, അവിടെ ഇരിക്കും. അതുപോലെ ദൈവസഭയിൽ നിരന്തരം മുഴങ്ങി കേൾക്കേണ്ടതല്ലേ ആ ബലിപീഠത്തിൽ നിന്നുള്ള സ്വരം. അവിടെ ബലിപീഠമാണെങ്കിൽ ഇവിടെ എന്താ ബലിപീഠം റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്രൂശിൻ്റെ വചനങ്ങളല്ലേ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്രൂശിൻ്റെ വചനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നേ. കാരണം അടുത്ത പിള്ളേർ വളർന്നു വരിക. വൺസിൻ്റെ എന്തെങ്കിലും പറയാൻ മേലേ? ഞാൻ പറയുന്നത് എപ്പോഴും പറഞ്ഞില്ലേലും എപ്പോഴും പറയണം, എപ്പോഴും പറയണമെന്നേ. ഏത് മെസ്സേജിലും അതൊക്കെ കടന്നു വരണം. കാരണം നമ്മുടെ വിശ്വാസി ഒരു ഏനക്കേടിന് മീൻസ് നമ്മുടെ വിശ്വാസി എന്തോ ഒരു പരിപാടി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഉപദേശിമാരറിയുന്നില്ല അത്. ഇവൻ എന്തോ കുരുത്തക്കേട് ചെയ്യാൻ പോവുക. ആ കുരുത്തക്കേട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അടുത്ത ദിവസം അവൻ സഭായോഗത്തിലോ മറ്റു മീറ്റിങ്ങിലോ വന്നിരിക്കുമ്പോൾ ഈ ക്രൂശ് വെളിപ്പെടണം. അവിടെ ആരും ഒന്നും അറിയണ്ടെന്നേ. ആ ക്രൂശ് അവിടെ വെളിപ്പെടണം. അതവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ വിറയ്ക്കണം. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവനെ ഉദ്ധരിച്ചതാണ്, വിടുവിച്ചതാണ് അല്ലേ? അവന് ലഭിക്കപ്പെട്ട ആ പ്രീഷ്യസ് സാൽവേഷൻ, ക്രൂശ് വഴി ലഭിക്കപ്പെട്ട ആ മഹത്വം, അതവൻ്റെ ഓർമ്മയിൽ, അതൊക്കെ മറന്നു പോവല്ലേ? മനുഷ്യനല്ലേ? ഈ പല പാസ്റ്റേഴ്സ് ഈ മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മനുഷ്യന് മറവി ഭയങ്കര മറവിയാണ്. ഇന്നലെ സംഭവിച്ച കാര്യം പോലും ഇന്ന് മനുഷ്യൻ മറന്നു പോകും. അപ്പോൾ 10-25 കൊല്ലം മുമ്പ് വിശ്വാസത്തിൽ വന്നതാ. ആ വിശ്വാസത്തിൽ വന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും മറന്നു പോകുന്നേ. സാധാരണ മനുഷ്യരിൽ ഒരാളായിട്ട് അവർ ചിന്തിക്കും. നമ്മൾ പറയുന്ന ഈ വിശ്വാസി സമൂഹം അവർ ചുമ്മാ സാധാരണക്കാരാണോ? അവർ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്നവരല്ലേ? അവരേതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമാണോ? അത് മതത്തിൻ്റെ പ്രാക്ടീസും ആചാരങ്ങളുമായിട്ട് നടക്കുന്നവരാണോ എന്ന്? അല്ലല്ലോ. അതിലൊക്കെ അപ്പുറമല്ലേ, ദൈവസാന്നിധ്യം വഹിക്കുന്നവരല്ലേ? അപ്പോൾ അവർ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വഴി വിഴച്ച തെറ്റായ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോവുകയായിരിക്കും. അപ്പോൾ ഒന്നും അറിയാതെ ദൈവദാസൻ സത്യവചനം ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഴിച്ച പങ്കപ്പാടുകൾ എന്ന് പറഞ്ഞ് കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു അനുതാപം വരാൻ സാധ്യതയില്ലേ? ആരും ഒന്നും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ വചനം അവനെ കറക്റ്റ് ചെയ്യും. സ്പെഷ്യലായി കറക്റ്റ് ചെയ്യാനൊന്നും പോകണ്ട, ഈ വചനത്തിലൂടെ അവൻ കറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിരന്തരം ദൈവവചനം പ്രസംഗിക്കണം, സത്യവചനം പ്രസംഗിക്കണം. ഇപ്പം നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഇടയിലെ പ്രാക്ടീസ്, നമ്മുടെ കൂട്ടായ്മകളും ദൈവദാസന്മാരും ഒക്കെ സത്യവചനം ഘോഷിക്കുന്നു. എന്നാൽ ഈ പുറത്തുള്ള പെന്തക്കോസ്റ്റ് ലോകം നിങ്ങളാരും ധരിക്കുന്ന പോലെയല്ല. നിങ്ങളിൽ പലർക്കും അറിയില്ല ഈ പൊതു പെന്തക്കോസ്റ്റ് ലോകത്തിൻ്റെ നേച്ചർ. ഞാൻ ഈ വിശ്വാസിയെ കുറ്റം പറയാത്ത എന്താണെന്നറിയാവോ? കാരണം ഈ വിശ്വാസിയെ നയിക്കേണ്ടത് ഈ ദൈവദാസന്മാരല്ലേ? അവർ കൃപ പ്രാപിച്ചു വെളിപ്പാടിൽ നിന്നുകൊണ്ട് മുൻപിൽ നിന്ന് നയിക്കണം. നയിക്കുന്നവൻ മുൻപിൽ നിന്ന് നയിച്ചവരല്ലേ പൗലോസും പത്രോസും. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ദിവസേന മരിക്കുന്നു എന്നാ പറഞ്ഞത്. അവർ സ്വയത്തിന് മരിക്കുന്നു, അവർ പാപത്തിന് മരിച്ചവരാണ്, അവർ ലോകത്തിന് മരിച്ചവരാണ്. അങ്ങനെ മരിച്ചവരാണ് ശുശ്രൂഷകർ. അങ്ങനെ മരിച്ചവരാണ് ശുശ്രൂഷകർ. അവർക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധയില്ലെന്നേ. അവരെല്ലാത്തിനെയും ചവറന്ന് എണ്ണിയവരല്ലേ? എണ്ണിയവരല്ലെങ്കിൽ എണ്ണണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് നിർഭയമായി സത്യവചനം ഘോഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള യൗവനക്കാരുണ്ടാകില്ല. അവർക്ക് ആത്മാവിൽ തിരിച്ചറിവുണ്ടാകുന്നേ. അവർക്ക് ആത്മാവിലൊരു ബോധ്യമൊക്കെ ലഭിക്കില്ലേ? എപ്പോഴും ലഭിച്ചില്ലെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ കർത്താവ് ഒരു ധാരണ കൊടുക്കും സഹോദരങ്ങളെ.
ദൈവസഭയുടെ പ്രവർത്തനം ഒരു ദേശത്ത് താറുമാറാകുകയല്ലേ. ആ കുടുംബം ഇരിക്കുന്ന അതിൻ്റെ ആ ഒരു ചുറ്റളവിൽ, ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ദൈവദാസന്മാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ഓരോ വീടുകളിൽ ചെന്ന് സുവിശേഷം അറിയിക്കണമെങ്കിൽ ചെല്ലുന്ന വഴിക്ക് അവർ ആട്ടി ഓടിക്കില്ലേ. അപ്പോൾ അതിൻ്റെ കാരണക്കാരാരാ? അതായത് ശുശ്രൂഷകരിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളുടെ ഇംഗിതത്തിനനുസരിച്ചാണ് അവർ ശുശ്രൂഷിക്കുന്നത്. സൈക്കോളജിയാണ് ഈ പലരും പഠിക്കുന്നത്. ഫിലോസഫിയൊക്കെ പഠിച്ച് MTH ഒക്കെ പഠിക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് ഫിലോസഫിയും സൈക്കോളജിയും എല്ലാം ഉണ്ട്. ഒരു MTH കാരെന്ന് പറഞ്ഞാൽ ചില്ലറ പുള്ളിയല്ല. അവൻ ആന്ത്രപ്പോളജി മുതൽ അവൻ എല്ലാ പോളജിയും പഠിക്കും. അവൻ സകലതും പഠിച്ചിട്ടാണ് വരുന്നത്. എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ MBA ഒക്കെ പഠിച്ചിട്ടാണ് വരുന്നെങ്കിൽ പറയുകയും വേണ്ട. എനിക്കറിയാവുന്ന ഒരു ഉപദേശി MBA കാരനാണ്. MBA കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ MTHും അതും ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ നോക്കണം, ഇതിനകത്ത് എല്ലാം ലോകത്തിൻ്റെ ജ്ഞാനമാണ്. അപ്പോൾ ഈ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം. പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു നിയന്ത്രണത്തിലല്ല പോകുന്നത്, ബുദ്ധിയിൽ. അതുകൊണ്ട് ആളുകളെ പ്ലീസ് ചെയ്യുമാറ് പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപകടങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഒരച്ഛൻ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളോട് നേരത്തെ പറഞ്ഞതാണ് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. വേറെ അച്ഛന്മാരൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അല്ല ഇതൊക്കെ ന്യൂസിൽ എല്ലാവരും കാണുന്നില്ലേ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നണേ. മനോരമ ചാനൽ പുള്ളി കാണുമായിരിക്കില്ലേ. എല്ലാ മാർപ്പാപ്പന്മാരും ഇതൊക്കെ കണ്ടു കാണും, സകല മാർപ്പാപ്പന്മാരും. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്, പെന്തക്കോസ്റ്റ് എന്നല്ലേ പറയുന്നത്. ഇനി രസകരമായ ഒരു കാര്യം കേൾക്ക്. ഒരു മിടുമിടുക്കി തിരുവനന്തപുരത്തോ കണ്ണൂരോ സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. അവളെ പുറത്തിറക്കി വിടാനായിട്ട് ഗവൺമെൻറ് വലിയ ഉത്സാഹം കഴിക്കുക എന്നുള്ളൊരു ന്യൂസ് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കര ചർച്ചയായിരുന്നു, അതായത് പത്രമാധ്യമങ്ങളിലൊക്കെ. ആ ധീര വനിത അതൊരു പെന്തിക്കോസുകാരിയാണ്. അത് ഒത്തിരി പേർക്ക് അറിയില്ല. ഇപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു. അതായത് 10-15 വർഷം മുമ്പ് ജയിലിലിട്ടപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും പിന്നെ ആളുകളൊക്കെ അതങ്ങ് മറന്നുപോയി. സത്യത്തിൽ അത് ന്യൂ ജനറേഷനും അല്ല, അല്ലാത്ത ജനറേഷനാണ് അത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവൾ എന്തുകൊണ്ടാണ് ആ ഫാദർ ഇൻ ലോയെ കൊല്ലാനായിട്ട് ഉത്സാഹിച്ചത്? അവളുടെ ഇംഗിതങ്ങൾ, ഇഷ്ടങ്ങൾക്ക് അയാൾ എതിര് നിന്നു. അതായത് പല സ്ഥലത്തും ഈ ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെയും തോന്നിവാസങ്ങൾക്ക് മാതാപിതാക്കൾ ചിലപ്പോൾ എതിര് നിൽക്കും. അപ്പോൾ അവർക്ക് ദേഷ്യം വരും. അങ്ങനെയല്ലേ ഈ കൊല്ലുന്നത്. കാരണം ഈ പ്രായം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. ഒരു 20 മുതൽ 25 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആലോചിക്കാൻ പോലും പറ്റാത്ത പ്രായമാണ്. ഭ്രാന്ത് പിടിച്ച് കിറുക്ക് പിടിച്ചല്ല നടക്കുന്നത്, ആണും പെണ്ണും ഒക്കെ. പെണ്ണുങ്ങളുടെയൊക്കെ കഥ പറയാതിരിക്കുക ഭേദം. ആണുങ്ങൾ പിന്നെയും ഭേദമാണെന്ന് അപ്പം എനിക്ക് തോന്നുന്നത്. കാരണം ഫയലുകൾ അങ്ങനെയാണ് മുമ്പിലുള്ളത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നോക്കണം, നമ്മളുടെ സമൂഹത്തിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു കാലത്ത് കേട്ടുകേഴ്വില്ലാത്ത ഒത്തിരി കാര്യങ്ങളല്ലേ ഇപ്പോൾ കേൾക്കുന്നത്. പണ്ട് കാലത്ത് പെന്തക്കോസിൽ നിന്ന് ഇങ്ങനെയെല്ലാം കഥ കേൾക്കുമോ? ഒരു കരണത്തടിച്ച മറുകരണം കാണിച്ചു കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഒരു കരണത്തെ അടിക്കണ്ട, മറ്റവൻ കൈ ഒന്ന് അനക്കിയാൽ മതി, കൊടുക്കും അവൻ്റെ അപ്പം അടി. അങ്ങനത്തെ ഒരു കാലം വന്നു. കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ഭാഗം പറഞ്ഞു വിട്ടേക്കാം, നമ്മളത് അധികം പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ഫീലിംഗ് മനസ്സിലായി കാണും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. ദൈവസഭയിൽ സത്യസന്ധമായി ദൈവവചനം പ്രസംഗിക്കണം. വേറെ കുറുക്കുവഴികളൊന്നുമില്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കണം. വ്യാജവും വഞ്ചനകളും പറയുന്നിടത്ത് പരിശുദ്ധാത്മാവ് ചലിക്കില്ലെന്നേ. പുത്രന് മഹത്വം കൊടുക്കാത്ത സ്ഥലത്ത്, അതായത് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ വിളമ്പാത്തിടത്ത് പരിശുദ്ധാത്മാവ് ചലിക്കില്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വന്നത് എന്തിനാ? പുത്രനെ മഹത്വപ്പെടുത്താനാണ്. പുത്രൻ പറഞ്ഞത് നമ്മെ ഓർമ്മിപ്പിക്കാനാണ്. പുത്രൻ പറയാത്ത കാര്യങ്ങളാണ് ഉദയജിമാർ പറയുന്നത്. പുത്രൻ വന്ന് പറഞ്ഞല്ലോ, പണ്ട് ഭാഗമായി വിവിധമായും ഒക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അന്ത്യകാലത്ത് പുത്രൻ വന്ന് സംസാരിക്കുകയാണ്. ചെറിയ കാര്യമാണോ അത്? അന്ത്യകാലത്ത് പുത്രൻ്റെ സ്വരം മുഴങ്ങിയിരിക്കുക. ആ സ്വരം ഡീകോഡ് ചെയ്ത് നമുക്ക് തരികയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരികയാണ്. ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ. അപ്പോൾ പുത്രൻ പറഞ്ഞ വചനപ്രകാരം പുത്രൻ്റെ മണവാട്ടിയെ ഒരുക്കുന്ന ദൗത്യത്തിലാണ് പരിശുദ്ധാത്മാവായിരിക്കുന്നത്. പുത്രൻ വന്നത് എന്തിനാ?
ആ ചോദ്യം നമ്മൾ പൊതുവെ ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ? അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഏറ്റവും പ്രഥമമായ ഉദ്ദേശം എന്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും പാപികളെ രക്ഷിക്കാനാണെന്ന്. പാപികളെ രക്ഷിക്കാൻ വന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം. പ്രാധാന്യം എന്താ? ഒരു കൂട്ടം ജനത്തെ തൻ്റെ സെയിം ഇമേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഏറ്റവും പ്രഥമമായ പരിഗണന. അടുത്ത കാര്യമാണ് സകലരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ പാപത്തിൽ നിന്ന് രക്ഷിച്ചാലാണ് ഈ പറഞ്ഞ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും സീരിയസ് ആയ ഭാഗം ഏതാ? ഇങ്ങനെ രക്ഷിച്ചെടുക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കൂട്ടത്തെ, അവരെയാണ് ഓവർകമേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരെയാണ് മണവാട്ടി എന്നോ കാന്തയെന്നോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് പരിഗണിക്കാം. അവരാണ് കുഞ്ഞാടിൻ്റെ കാന്ത. അവരാണ് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൻ്റെ തേജസ്സുള്ള കല്ലുകളായി മാറേണ്ടവരാണ് അവർ ജസ്റ്റ് പുതിയ ഭൂമിയിൽ വന്ന് അവസാനിക്കേണ്ട ആളുകളല്ല. പകരം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ 2-3 സെൻറ്റൻസുകളുണ്ടല്ലോ, ഇത് മെജോറിറ്റി പെന്തിക്കോസിനും അറിയില്ല, അവർ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു കഥയൊക്കെ പൊതുവെ ആളുകൾ കേട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അന്യഭാഷ പറയുക, സ്വോത്രാഴ്ച കൊടുക്കുക, ദശമഭാഗങ്ങൾ ഇടുക, അത്ര ആളുകൾ കേട്ടിട്ടുണ്ട്. അതിലപ്പുറം ഒരു ഡെപ്തിലേക്ക് പോകുന്നില്ല. അതിലപ്പുറം കാര്യങ്ങളെ ഗ്രഹിക്കണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തി തരണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം ഒരു ഹാഫ് ആൻ അവർ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ച് കാണും. ഇപ്പോൾ ഈ ഹാഫ് ആൻ അവർ പറഞ്ഞ കാര്യങ്ങൾ സഹോദരങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രാർത്ഥന, ഈ കേവലമായ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥനകളൊക്കെ വിട്ടിട്ട് എൻ്റെ ഏറ്റവും സീരിയസ് ആയ പ്രാർത്ഥന ഈ ബാംഗ്ലൂർ പട്ടണത്തിലെ ദൈവസഭകളെ തട്ടി ഉണർത്തണമെന്നുള്ളതാണ്. ഇവിടുത്തെ ദൈവദാസന്മാരെയൊക്കെ കുലുക്കണം. സ്വർഗത്തിലെ ദൈവം പേടിച്ചുലയ്ക്കണം, കുലുക്കണം. അവർ തിരിച്ചറിയണം. നമ്മൾ അറിഞ്ഞ ഈ സത്യങ്ങൾ ഇപ്പോൾ അങ്ങനെ പബ്ലിക്കിനിടയിലൊന്നും സുവിശേഷം പറയുന്നില്ലല്ലോ. അതായത് ദൈവസഭ അധികാരത്തിലേക്ക് വരണം, ആത്മലോകത്ത് അധികാരത്തിലേക്ക് വരണം, വാഴ്ചകളെയും അധികാരങ്ങളെയൊക്കെ കാൽ കീഴിലിടുന്നൊരു നിലയിലേക്ക് വരണം. അപ്പോൾ ഒരു വ്യക്തി ഒരു സൂപ്പർ നാച്ചുറൽ പവറുമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരിക എന്നുള്ളതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ സകല മനുഷ്യരും അയാളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഈ സൂപ്പർ നാച്ചുറൽ പാസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. പിന്നെ ആളുകളെല്ലാം ആ പുള്ളിയുടെ ചുറ്റും കിടന്ന് കറങ്ങും. അങ്ങനെയല്ല, ദൈവസഭ ഒന്നടങ്കം ഉണർന്നു വരണം. ശുശ്രൂഷകരെല്ലാം ഉണർന്നു വരണം. സഭകളിൽ സത്യവചനം പ്രസംഗിക്കണം. ആരാധനകൾ അപകടകരമായ വഴിയിലാണ് പോകുന്നത്. സത്യാരാധന വെളിപ്പെടണം. ഈ ആരാധനയിലൂടെ സംഭവിക്കുന്നത് അന്യാഗ്നികൾ കത്തിക്കപ്പെടുകയാണ്. അഗ്നിക്ക് പകരം അന്യാഗ്നികൾ കത്തിക്കപ്പെടുകയാണ്. കാരണം ലോകത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ധ്യാനത്തെങ്കിലാണ് തീ കത്തേണ്ടത്. ധ്യാനം എന്താ? ക്രൂശിനെയാണ് ധ്യാനിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് ധ്യാനിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ കണ്ടു, അതോടെ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഏതോ ഒരു ഗ്രൂപ്പിൽ, അതായത് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പിൽ ഏതോ ഓർത്തഡോക്സുകാരനോ ആരോ ഇന്നലെ മാരാമൺ കൺവെൻഷനിൽ ഒരു ഓർത്തഡോക്സിലെ മെത്രാൻ, ഒരു ബിഷപ്പ്, അയാൾ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ. അതിൽ അദ്ദേഹം ക്രൂശിനെയാണ് ഊന്നി പറയുന്നത്. ക്രൂശാണ് എൻ്റെ പ്രകാശം എന്ന്. അപ്പോൾ പെന്തക്കോസ്തുകാരെല്ലാം അതിൻ്റെ താഴെ വന്ന് പൊങ്കാലയിട്ടിരിക്കുക. ഈ ക്രൂശെന്ന് കേൾക്കുന്നത് ഈ പുള്ളികൾക്ക് എന്തോ ചതുർത്ഥി പോലെയാണല്ലോ. അദ്ദേഹം പറഞ്ഞതിൻ്റെ സ്പിരിച്വൽ വശം മനസ്സിലാക്കാതെ അവരത് തെറ്റായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും ഇവർക്കും ഒന്നും മനസ്സിലായില്ല. അതൊരു ഭാഷാപ്രയോഗമാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ആ ഭാഷാപ്രയോഗം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ അവിടെ ചെന്ന് ആ തിരുമേനിയെ എന്നാ ചീത്തയെ വിളിക്കുന്നത്? എടാ വാടാ പോടാന്നൊക്കെയാ. പ്രായമുള്ള മനുഷ്യനെ അങ്ങനെയൊക്കെയാണോ സംബോധന ചെയ്യേണ്ടത്? അതെന്താ അങ്ങനെ സംബോധന ചെയ്യുന്നത്? ക്രൂശ് എന്താന്ന് ഈ വിദ്വാന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഈ കമൻ്റ് എഴുതാനും ഇത് ചോദ്യം ചെയ്യാനും ഒക്കെ ചെല്ലുന്ന പെന്തിക്കോസുകാർക്ക് ക്രൂശ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി അങ്ങനെ പറയുമോ? ക്രൂശാണ് എൻ്റെ പ്രകാശം എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു മരക്കുരിശാണ്, പൊൻകുരിശാണ് എന്ന് നമ്മൾ എന്തിനാ ധരിക്കുന്നത്? അപ്പം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കണോ? അല്ലെങ്കിൽ
താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അതിന് ആൻസർ കിട്ടിയതിന് ശേഷം അയാളെ ആക്രമിക്കണം, അല്ലാതെ കയറി ആക്രമിക്കാൻ കൊള്ളാവോ? ക്രൂശ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇല്ലേ? എംപ്റ്റി ക്രോസ് അല്ലല്ലോ, അല്ലേ? ക്രൂശ് എന്ന് സാധാരണ നമ്മൾ പറയില്ലേ, ക്രൂശെ നോക്കി ഞാൻ യാത്ര ചെയ്യും, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി എന്ന് അന്നമ്മ മാമൻ പാട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പെന്തിക്കോസുകാർ പുള്ളിക്കാരുടെ തലയിൽ കയറുമോ? ചുമ്മാ ക്രൂശെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറയുമോ? ഇദ്ദേഹം എന്താ പറഞ്ഞത്? ക്രൂശാണ് എൻ്റെ വെളിച്ചം എന്നാ പറഞ്ഞത്. അതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് എന്ന് പറഞ്ഞാൽ കാൽവറിയിലെ ബലിപീഠമാണ്. ബലിപീഠത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അഥവാ ഓൾട്ടർ, അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ 4 സൈഡിലും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഹോൺസ് ഉണ്ട്, അഥവാ കൊമ്പുകൾ എന്ന് മലയാളത്തിൽ പറയും. 4 സൈഡിലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഹോൺസ്. ആ കൊമ്പുകൾ അഥവാ ഹോൺസ് അത് റെപ്രസെൻ്റ് ചെയ്ത് എന്തിനാ? ശക്തിയാണ് കാണിക്കുന്നത്, ശക്തിയെ. അതിനടുത്തൊരു ഭാഷയും കൂടിയുണ്ട്, നമ്മളത് സൂചിപ്പിച്ചിരുന്നു അന്ന് ആ വിഷയം പഠിച്ചപ്പോൾ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ കൊമ്പുകൾ എന്ന് പറയുന്നതിന് രണ്ടാമതൊരു അർത്ഥവും കൂടെ ഉണ്ടെന്ന്. ആ അർത്ഥം അന്ന് പറഞ്ഞായിരുന്നു. അന്ന് കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഓർത്ത് പറയാവോ എന്താ രണ്ടാമത്തെ അർത്ഥം എന്ന്? പഠിപ്പിച്ച കാര്യങ്ങൾ, പ്രസംഗിച്ച കാര്യങ്ങൾ, ധ്യാനിച്ച കാര്യങ്ങൾ, അതൊക്കെ ഇടയ്ക്ക് ചോദിക്കും സഹോദരങ്ങളെ, അതൊക്കെ ചോദിക്കും. മറുപടികൾ എപ്പോഴും റെഡി ആയിരിക്കണം പറയാൻ. എല്ലാ കാര്യം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അതല്ലേ പറഞ്ഞത് ബലം, അതിനല്ലേ ശക്തിയുടെ കാര്യം പറഞ്ഞത്. ശക്തി കഴിഞ്ഞിട്ട് ഇനിയൊരു കാര്യം പറഞ്ഞല്ലോ, അതാ ചോദ്യം. അപ്പോൾ ഓർത്തോ, കേൾക്കുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കുക, നോട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനൊക്കെ മറുപടി പറയാൻ കഴിയുള്ളൂ. റൈറ്റ്. അപ്പോൾ ഈ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കാണിക്കുന്നു. കൊമ്പ് ഇനി ഒരു 6 മാസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കൈമലത്തിൽ കാണിക്കണോടോ എല്ലാവരും. കൊമ്പ് ശക്തിയെ കാണിക്കുന്നു. അതായത് ഒന്നാമത്തെ സബ്ജക്റ്റാണത്. രണ്ടാമത് എന്താ പറയുന്നത്? പ്രകാശത്തെ കാണിക്കുന്നു. ലൈറ്റ്, പ്രകാശം. അപ്പോൾ അതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും? അതായത് ആ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കൊമ്പുകൾ ശക്തിയെ കാണിക്കുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നാം ആകുന്ന യാഗമൃഗങ്ങൾ നമ്മെ ആ കൊമ്പിലേക്ക് അഥവാ ഹോൺസ് അതിലേക്ക് ചേർത്ത് കെട്ടി നിർത്തുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം യാഗപീഠത്തിൻ്റെ കൊമ്പുകളോട് ചേർന്നിരിക്കുന്നവരാണ് നമ്മൾ. യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ ഒരു അഭയ സങ്കേതമാണ്. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ സമാഗമന കൂടാരവുമായിട്ടുള്ള ബന്ധത്തിൽ, അതായത് മനഃപൂർവ്വമല്ലാത്ത തെറ്റ് ചെയ്തവൻ ശിക്ഷയിലേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവൻ ഓടി വന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുന്ന കാര്യമുണ്ട്. അതായത് മനഃപൂർവ്വമല്ലാത്ത കുലപാതകം ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുമല്ലോ, ആക്സിഡൻ്റലി അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവൻ രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്ന് ഈ കൊമ്പുകളിൽ പിടിക്കാം. കൊമ്പുകളിൽ പിടിച്ചാൽ അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവനെ കൊല്ലാൻ പാടില്ലെന്നുള്ളതാണ്. ഓക്കെ, ഒരു കാര്യം. ഈ 2 പ്രധാന കാര്യത്തിനാണ് പ്രാധാന്യം. അതായത് കൊമ്പ് ശക്തിയെ കാണിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്, അല്ലേ? ക്രൂശിൻ്റെ വചനം ദൈവശക്തിയാണ്. അപ്പോൾ ആ ക്രൂശിനോട് ചേർന്നിരിക്കുന്നവർ, ക്രൂശ് വഹിക്കുന്നവർ, നമ്മുടെ ഭാഷയിൽ എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യും? അനുദിനം ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരക്കുരിശ് എടുക്കുക എന്നാണോ? അതാ മെത്രാനും മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവും. ക്രൂശ് എന്ന് വെച്ചാൽ ബലിപീഠമാണ്, ഓൾട്ടറാണ്. അതെന്താ കാണിക്കുന്നത്? ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ഒരു ലിറ്ററൽ ഓൾട്ടർ ഒന്നുമില്ല. പിന്നെ എന്താ? നമ്മളെ സംബന്ധിച്ച് സമർപ്പണ ജീവിതമാണ് കാണിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമർപ്പിതനായി ക്രൂശിലേക്ക് നടന്നു കയറി. അതേ ക്രൂശിൽ നാമും നമ്മെ ചേർത്ത് കെട്ടുന്നു. അവിടെയാണ് ആഴമേറിയൊരു വെളിപ്പാട് വരുന്നത്. അങ്ങനെ ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് ചേർത്ത് കെട്ടിയവർക്കാണ് പ്രകാശം ഉദിക്കുന്നത്. അവർക്ക് വെളിപ്പാടുകളാണ് ലഭിക്കുന്നത്, അല്ലേ? യാഗപീഠത്തോട് ചേർന്നിരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കുകയാണ്. എവിടുത്തെ പ്രകാശമാണ്? അവർക്കാണ് വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെയും അനുഭവങ്ങളൊക്കെ വെളിപ്പാടിൽ ലഭിക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് യാഗപീഠവും വിശുദ്ധ സ്ഥലവും രണ്ടായിട്ടല്ല പരിഗണിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാവും, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ പാടില്ല. പകരം
എന്താ ഇതെല്ലാം ചേർത്ത് വെച്ച് തന്നെ ചിന്തിക്കുക. നാം ഓൾറെഡി ക്രൂശ് എടുക്കുന്നവരാണ്. മറുസൈഡിൽ പറഞ്ഞാൽ നാം ബലിപീഠത്തിൽ സമർപ്പിച്ചവരാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആ ബലിപീഠത്തിലെ കൊമ്പുകളിൽ ചേർത്ത് കെട്ടിയവരാണ്. അപ്പോൾ തന്നെ നാം വിശുദ്ധ സ്ഥലത്ത് ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നവരാണ്. സെയിം ടൈമിൽ ഇത് ഒരുമിച്ച് നടക്കും നമ്മുടെ കാര്യത്തിൽ. പഴയ നിയമമല്ല ഇത്, പുതിയ നിയമമാകട്ടോ. പുതിയ നിയമത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുകയാണ്. നമ്മൾ ബലിപീഠത്തിൽ സമർപ്പിതരായി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലുമാണ്. ദൈവസാന്നിധ്യം വഹിക്കുന്നു, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. ആ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ നാം ആഴമേറിയ വെളിപ്പാടുകളിലേക്ക് പോവുകയാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം എടുത്തേ. യെസ്, അതിൻ്റെ 25 വരുമ്പോൾ കാണുന്നത്, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. അത് കഴിഞ്ഞിട്ട് വേഴ്സ് 37 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ശ്രദ്ധിക്കണം, അത് സീരിയസ് ആയൊരു വാക്യമാണ്. അതേ കാര്യം തന്നെ ലൂക്കോസിലുണ്ട്. ലൂക്കോസ് 10:22 ആ വാക്യം. ഇപ്പോൾ നമ്മൾ വായിച്ചത് മാത്യു ആണ്. മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 27. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. സൽഗുണപൂർണനായ പിതാവ്, ആ പിതാവിൻ്റെ മഹത്വത്തെ ഒരുവൻ അറിയണമെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അവന് പ്രകാശനം ലഭിക്കണം. ആരാ പ്രകാശനം കൊടുക്കുന്നത്? പുത്രനാണ്. എങ്ങനെയുള്ളവർക്ക് ആ പ്രകാശനം ലഭിക്കുന്നത്? യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചേർത്ത് കെട്ടിയവർക്ക്. അതെങ്ങനെ നമുക്ക് വിശദീകരിക്കാം? ഈ വാക്യത്തിലുണ്ടല്ലോ. ആരെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? പുത്രനാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പിതാവിനെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങൾ ഒരുവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിന് മറ്റൊരു ഭാഷയാണ് പ്രകാശിപ്പിക്കുക. 97-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമുണ്ടല്ലോ, വേഴ്സ് 11 11-ാം വാക്യം. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. ഒരുവന് പരമാർത്ഥ ഹൃദയം ലഭിക്കുന്ന എപ്പോഴാ? നമ്മളുടെ പഠനത്തിലും നമ്മുടെ ബോധ്യത്തിലും എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോഴാണ് അവന് പരമാർത്ഥ ഹൃദയം ലഭിക്കുന്നത്, അല്ലേ? നിർമ്മല മനസാക്ഷി ലഭിക്കുകയാണ്. ഈ പറഞ്ഞ പ്രക്രിയകളിലൂടെയൊക്കെ മുൻപോട്ട് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഹീബ്രു ചാപ്റ്റർ 10 വേഴ്സ് 22-ലാണ്, 22-ഓ 23-ഓ ആ ഭാഗത്തതുണ്ട്. നമ്മുടെ ദുർമനസാക്ഷി മാറി നിർമ്മല മനസാക്ഷി നമുക്ക് ലഭിക്കുകയും നമുക്കൊരു പരമാർത്ഥ ഹൃദയം ലഭിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തു വരാൻ കഴിയൂ, ജീവനുള്ള ദൈവത്തോട് അടുക്കാൻ കഴിയൂ. അങ്ങനെയല്ലേ? ആ വാക്യം കൂടെ ഒന്ന് വായിച്ച് പാസ്റ്റർ, എന്നിട്ട് ഇവിടെ വരാം. അതിന്റെ 19 പോലെ അങ്ങ് വായിച്ചോ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരുശരീരിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തണിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തില്ലുക. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരണമെങ്കിൽ പരമാർത്ഥ ഹൃദയവും നിർമ്മല മനസാക്ഷിയും വേണം. അപ്പോൾ അതിനുള്ള വഴിയാണ് അവിടെ കണ്ടത്. വഴി എന്താ കണ്ടത്? യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിക്കൊണ്ടാണ് നമുക്ക് വഴിയൊരുക്കിയത്. കർത്താവിൻ്റെ ബലിമരണമല്ലേ കാണിക്കുന്നത്? തൻ്റെ ദേഹമെന്ന തിരശീല, വെയിൽ, അതായത് ഒരു മനുഷ്യനും മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം അവിടെ ഒരു തിരശീല ഇട്ടിരിക്കുകയല്ലേ. ആ തിരശീലയെക്കുറിച്ച് നമ്മൾ അന്ന് ചിന്തിച്ചപ്പോൾ എന്താ മനസ്സിലാക്കിയത്? കർത്താവിൻ്റെ ശരീരത്തെയാണ് അത് കാണിച്ചത്. തൻ്റെ ശരീരമാണ് തകർക്കപ്പെട്ടത്. രക്ഷയോടുള്ള ബന്ധത്തിൽ തൻ്റെ ശരീരം ബലിപീഠത്തിൽ ഏൽപ്പിക്കപ്പെട്ടു, അങ്ങനെ തകർക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു. അത് കാണിക്കുന്നത് മന്ദിരത്തിലെ തിരശീല 2ആയി ചിന്തിയതിന് തുല്യമായിട്ടാണ്. കർത്താവ് കഴിച്ച ആ പങ്കപ്പാടുകളെ ഒറ്റ വാക്കി പറയുകയാണ്, തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച പീഡകളെ പറയുകയാണ്. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിക്കൊണ്ട് നമുക്ക് ജീവനുള്ള പുതുവഴി തുറന്നെന്ന്. അതായത് ജെൻഡൈൽസിന് ഒരിക്കലും കടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥലമാണ്.
ആ സ്ഥലത്തേക്ക് ജാതികൾക്ക് വിജാതികൾക്ക് അങ്ങോട്ട് കടന്നു പോകാൻ കഴിയില്ല. ആ സ്ഥലത്തേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത വിലയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഈ 97 സങ്കീർത്തനത്തിലെ വാക്യത്തിൽ ഇത്രയേ പറയാനുള്ളൂ. നീതിമാന് പ്രകാശം, ദൈവം നീതീകരിച്ചവന് ആ പ്രകാശം ഉദിക്കുകയാണ്. എങ്ങനെ ഉദിക്കുന്നത്? യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് നമ്മെ തന്നെ നാം തന്നെ മനഃപൂർവ്വമായി കെട്ടണം. വേറെ ആരും ബലപ്രയോഗം ചെയ്യുകയല്ല. നമ്മൾ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെ ഏറ്റെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ ഇന്നതുപോലെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ ഓരോ വാക്കുകൾ എടുത്തേ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, അപ്പോൾ ഇച്ഛിക്കുന്നില്ലെങ്കിലോ നോ പ്രോബ്ലം. ഇച്ഛിക്കുന്നില്ലേ വിട്ടേരെ, ഈ വിഷയം വിട്ടേരെ, ഈ പ്രസംഗങ്ങളെ കേൾക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ടോപ്പിക്കുകളിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കും. അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. അതായത് നിങ്ങൾ ഒരു ഓട്ടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. റിലേ ഓട്ടം എന്ന് പറയും. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? റിലേ ഓട്ടം, വട്ടത്തിൽ കറങ്ങിയുള്ളൊരു ഓട്ടം. അതിങ്ങനെ വട്ടത്തിലല്ലോ, മീൻസ് അതിങ്ങനെ റൗണ്ടി ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒരാളോടും, അയാൾ നിർത്തി കഴിയുമ്പോൾ അടുത്ത ആളോടും. അപ്പോൾ ഒരു വടി ബാറ്റൺ അങ്ങ് കൊടുക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഓടാം, പക്ഷേ എനിക്ക് ആ സാധനം കൈ പിടിച്ചുകൊണ്ട് ഓടാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? ഞാൻ ഏറ്റവും അവസാനം ഓടിക്കോളാം, ഞാൻ പെട്ടെന്ന് ഓടിച്ചെത്താം, ഒന്നാമത് എത്തിയേക്കാം, എനിക്ക് വടി പിടിച്ചുകൊണ്ട് ഓടാൻ ബുദ്ധിമുട്ടാണ്, അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാളോട് പറയുകയാണ്, എന്നാൽ നിനക്ക് മാത്രം ഒരു എക്സ്ക്യൂസ് തരാം എന്ന് പറയാൻ പറ്റുമോ? ലോകമെമ്പാടുമുള്ള പൊതു തത്വത്തെ മറിക്കാൻ പറ്റുമോ? അവിടെ പറ്റില്ല. പിന്നെ ദൈവരാജ്യത്തിൽ പറ്റുമോ? ഒരുവൻ കർത്താവിനെ അനുഗമിക്കാനായിട്ട് ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ അനുഗമിച്ചാലുള്ള ബെനിഫിറ്റ് എന്താ? കർത്താവിനെ അനുഗമിക്കുന്നവൻ കർത്താവ് നടന്ന് എത്തിയത് എവിടെയാണോ അവിടെ തന്നെ എത്തും. കർത്താവ് ഒരു പാതയിലൂടെയല്ലേ, പിതാവ് വെച്ച പാതയിലൂടെയല്ലേ നടന്നത്? അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവൻ നടന്ന് അതേ പാതയിലൂടെ നടക്കുക എന്നുള്ളതല്ലേ അർത്ഥം? അത് പത്രോസ് പറയുന്നില്ലേ, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു കാൽച്ചോട് വെച്ചേച്ച് പോയി, നാം അവൻ്റെ പാത പിന്തുടരണമെന്ന്. അപ്പോൾ കർത്താവ് നടന്ന ആ ഫുഡ് സ്റ്റെപ്സ് നോക്കി പോവുക. നിങ്ങൾ തെക്കോട്ടും വടക്കോട്ടൊക്കെ നോക്കിപ്പോയിട്ട് എല്ലാ കടലിലും പോയി ചാടി കഴിഞ്ഞിട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ണ് പറിക്കരുത്. നോക്കുമ്പോൾ ഒരു കാല് അടുത്ത കാല് ഇങ്ങനെ നോക്കി അങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, അങ്ങ് എത്തും. ബോറടിക്കുക എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തു നടന്ന അതേ പാതയിലൂടെ. ഈ അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെ നടന്നല്ലോ, അവർക്ക് ആർക്കും ബോറടിച്ചില്ലല്ലോ. ഒരു അപ്പോസ്തലനും ഒരു ലേഖനത്തിലും എഴുതിയിട്ടില്ല എനിക്ക് ബോറടി ആയിരുന്നെന്ന്. ഒരൊറ്റയാൾ പറഞ്ഞില്ല. പത്രോസ് അത് പറയുന്നു, പൗലോസ് അത് പറയുന്നു, യോഹന്നാൻ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് പുത്രൻ നടന്ന അതേ പാതയിലൂടെ നടക്കുന്നവൻ ചെന്നെത്തുന്നത് ഒരു ലക്ഷ്യത്തിലാണ്. ലക്ഷ്യത്തിൽ ചെന്നെത്തുകയല്ലേ. അതായത് കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെ തന്നെ കർത്താവ് നടന്ന പാതയിലൂടെ തന്നെ നടന്നാൽ എവിടെ ചെന്നെത്തുന്നാണ് വായിക്കുന്നത് അല്ലെ പഠിക്കുന്നത്? പുത്രൻ പിതാവിൻ്റെ വലഭാഗത്ത് സിംഹാസനത്തിലേക്കാണ് നടന്നു കയറിയത്. മഹത്വം ചൂടിയവനായി, അല്ലെങ്കിൽ മഹത്വത്തിലേക്കാണ് അവൻ പ്രവേശിച്ചത്. ജയാളിയായ പുത്രനെയല്ലേ പിന്നീട് നമ്മൾ കാണുന്നത്. മരണത്തെയും പാതാളത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശങ്ങളിലൂടെ അങ്ങ് കടന്നുപോയി. മാറി നിൽക്കണമെന്നല്ലേ പറഞ്ഞത് സാത്താനോടൊക്കെ? അങ്ങനെ അങ്ങ് കടന്നുപോയി. ഒന്നും പറയണ്ട, പറയാതെ നോട്ടത്തിൽ തന്നെ എല്ലാം വഴിമാറി. അപ്പോൾ പുത്രൻ നടന്ന് അതേ പാതയിലൂടെ നടക്കുകയാണെങ്കിൽ തൻ്റെ കാന്ത, ഇപ്പം നമ്മളാരും കാന്തയായില്ലെങ്കിലും കുഞ്ഞാടിൻ്റെ കാന്ത ഒരുങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളാരും കാന്തയായില്ല എന്ന് പറഞ്ഞ് കർത്താവ് മാറത്തടിക്കുമെന്ന് ഓർത്ത് പേടിക്കണ്ട. അത് കഴിഞ്ഞ് 2000 വർഷമായി തൻ്റെ കാന്തയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതലത്തിലെ 7 വൻകരകളിലും ദ്വീപസമൂഹങ്ങളിലും ഒക്കെയായിട്ട് കാന്ത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കം പൂർത്തിയായ കാന്ത, അതായത് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന വാക്യമില്ല, യേശു ആകാശങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളത്. അതൊരു ഭയങ്കര ഭാഷാപ്രയോഗമാണ്. അയ്യോ, അതൊരു രഥം ഉരുണ്ടു വരുന്നത് പോലെയുള്ള വാക്കാണത്. അവൻ ആകാശങ്ങളിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ അവൻ അധികാരങ്ങളുടെ മീതെ ആ രഥം ഉരുട്ടി അങ്ങ് കടന്നുപോയി. മഹാരാജാവ് അധികാരങ്ങളുടെ മീതെ, 2ാം സ്വർഗത്തിൻ്റെ അധിപതിയായ സാത്താൻ്റെ അധികാരത്തെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ആ കടന്നുപോയത്. അതിന് എബ്രായ ലേഖനകർത്താവ് ഒരു സിംഗിൾ വാക്കിലാണ് എഴുതി വച്ചിരിക്കുന്നത്.
അവൻ ആകാശങ്ങളിലൂടെ കടന്നുപോയെന്ന്. ആ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായർ 4:14. ആകെ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അതെ, നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ, അത് നമുക്ക് ലഭിക്കപ്പെട്ട ബാറ്റൺ, അത് ഹോൾഡ് ചെയ്യുക, മുറുകെ പിടിക്കുക, അഴച്ചു കളയരുത്, മുറുകെ പിടിക്കുക. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകളുണ്ടല്ലോ, അത് മുറുകെ പിടിക്കുക. കാരണം ഒരുവൻ നമുക്ക് മുന്നേ കടന്നുപോയി. യേശുക്രിസ്തുവിനെ വിളിക്കുന്ന ഫോർറണ്ണർ എന്നാണ്. ആ വാക്യം എവിടെയാ? എബ്രായർ 6:19. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അല്ല, വേഴ്സ് 20 രണ്ടും കൂടെ ചേർത്ത് 19-20. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. കേട്ടോ, അവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ മുമ്പ് കൂട്ടി എന്നാണ്, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഫോർ റണ്ണർ എന്നാണ്. അതിന് കുറച്ചുകൂടെ ബെറ്ററായ ഒരു വാക്ക് തമിഴിലുണ്ട്. ഞാൻ ആ തമിഴ് വാക്കിൽ നിന്നാണ് ഇത് ശ്രദ്ധിക്കാനിടയായത്. എങ്ങനെയാണ് വായിച്ചത്? യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തു അഡ്വാൻസ് ചെയ്ത് ഒരു ഫോർ റണ്ണർ എന്ന നിലയിൽ, നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓട്ടം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഓട്ടം പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ ഒരു ഫോർ റണ്ണർ എന്നുള്ള നിലയിൽ അവിടേക്ക് പ്രവേശിച്ചു, തിരശീലയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചു. അതായത് തിരശീലകളെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട്, തിരശീല എന്ന് പറയുമ്പോൾ 1-ാം സ്വർഗം 2-ാം സ്വർഗം അതെല്ലാം കഴിഞ്ഞിട്ട്, അവിടെ തിരശീല എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്, അല്ലേ? മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, അതെല്ലാം കടന്ന് 3-ാം സ്വർഗത്തിലേക്ക്, ഉത്തരഗിരിയായ സിയോണിലേക്ക് അവിടെ നിന്ന് പ്രവേശിച്ചു. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി. അങ്ങനെയല്ലേ വാക്ക്? നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അത് നമുക്ക് പ്രത്യാശ നൽകുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ അതിനല്ല ഇപ്പോൾ ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞത്. കർത്താവ് പ്രവേശിച്ചത് എവിടേക്കാണ്? അവൻ സിംഹാസനത്തിലേക്കാണ് പ്രവേശിച്ചത്. അപ്പോൾ ആ ക്രിസ്തു നടന്നുപോയി അതേ വഴിയിലൂടെ, ഫോർ റണ്ണർ, മുന്നമേ ഓടിയവൻ എന്നല്ലേ അർത്ഥം? അങ്ങനെയല്ലേ അർത്ഥം? നമുക്ക് മുന്നേ ഓടിയവൻ, അവൻ ഓടിയ പാത നമുക്ക് തുറന്നു കിട്ടണം. സെയിം പാത്തിലൂടെ ഓടണം, സെയിം പാത്തിലൂടെ. ആ ഓടുന്ന കൂട്ടത്തിലാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ മുറുകെ പിടിക്കണം, ലഭിക്കപ്പെട്ട ബാറ്റൺ മുറുകെ പിടിക്കണം. ആ ബാറ്റണുമായിട്ടാണ് കടന്നു പോകേണ്ടത്. അപ്പം ഞാൻ ചുരുക്കി പറയാം, യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശങ്ങളിലൂടെ കടന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗംഭീരമായ ആശയാവിഷ്കാരമാണ് നമ്മൾ കൊണ്ടുവന്നത്. സാത്താനി ലോകത്തെ കാൽക്കീഴിലിട്ടുകൊണ്ടൊരു കടന്നുപോക്കാണ് കടന്നുപോയത്. അതുപോലെ തന്നെയാണ് കർത്താവ് താൻ ഗംഭീരനാദം ധ്വനിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കാന്ത ആകാശങ്ങളിലൂടെ അങ്ങ് കടന്നു പോകുന്നൊരു പോക്കുണ്ട്. അപ്പോൾ ഈ 1,000 പെന്തിക്കോസുകാരും അങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ നോ ചാൻസ്, ഒരു സാധ്യതയില്ല. പിന്നെ ആരാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ: യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് തങ്ങളെ തന്നെ ചേർത്ത് കെട്ടിയവർ, അവരങ്ങ് കടന്നു പോകും. കൊമ്പുകൾ പ്രകാശമാണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? കൊമ്പുകളുടെ മറ്റൊരർത്ഥം എന്താ പറഞ്ഞത്? പ്രകാശം, പ്രകാശിപ്പിക്കുക എന്നൊക്കെ പറയും. അപ്പം യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് നമ്മളെ കെട്ടുക എന്ന് പറയുമ്പോൾ യാഗപീഠത്തിൽ നമ്മൾ ആരെയാണ് കാണുന്നത്? പുത്രനെയാണ് അവിടെ കാണുന്നത്. യാഗപീഠത്തിലേക്ക് നമ്മൾ ആദ്യം നോക്കിയപ്പോൾ കണ്ടത് ഏകജാതനെയാണ് കണ്ടത്, പിന്നത്തേതിൽ നമ്മൾ കണ്ടത് ആദ്യജാതനെയാണ്. അപ്പോൾ ആ സമർപ്പിതനായ ദൈവകുടുംബത്തിലെ ആദ്യജാതൻ, അല്ലേ? സമർപ്പിതനായ ആദ്യജാതൻ, അതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനെയാണ് മനഃപൂർവ്വമായി നമ്മളും ആ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നത്. എങ്ങനെയാണ്? സത്യവചനം പ്രസംഗിക്കണം കൂട്ടായ്മയിൽ. അപ്പോഴാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദൈവസ്നേഹം നുരഞ്ഞു പൊന്തുകയുള്ളൂ. ആ ദൈവസ്നേഹം അകത്തേക്ക് കടന്നു വരുമ്പോഴാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വടക്ക് ഒരു വലിയ ഒരു സൗധമുണ്ട്, താജ്മഹൽ. താജ്മഹൽ എന്ന് പറയുന്നത് ഒരു ചക്രവർത്തി തൻ്റെ മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി പണിത ഒരു തോമ്പാണ്. ശരിക്കും ഒരു ശവകുടീരമാണല്ലോ അത്, അല്ലേ? അത് തൻ്റെ പ്രണയത്തിൽ നിന്ന്, എന്നുവെച്ചാൽ തൻ്റെ ആ സ്നേഹം,
ആ ഭാര്യയോടുണ്ടായിരുന്ന ഒരു വലിയ വാത്സല്യം, ഒരു സ്നേഹം, അതെല്ലാം നിമിത്തമാണ് അയാൾ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. അത് കുറച്ച് ക്രൂരതയാണ് അതിൻ്റെ പൊളിറ്റിക്കലി നോക്കുമ്പോൾ. കാരണം തൻ്റെ ദേശത്തുള്ള പ്രജകളുടെ കയ്യിൽ നിന്ന് എല്ലാം പിരിച്ച്, ഒടുക്കത്തെ ടാക്സ് പിരിച്ച് അങ്ങനെ ഉണ്ടാക്കിയ പൈസകളെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അതിൻ്റെ പൊളിറ്റിക്സ് പറയാനല്ല പറഞ്ഞത്. അയാളുടെ ഉള്ളിലെ ആ സ്നേഹം നിമിത്തമാണ് ഭാര്യയ്ക്ക് വേണ്ടി അയാൾ ഈ അതിസാഹസം ചെയ്യാനായിട്ട് തുനിഞ്ഞത്. തൻ്റെ ഉള്ളിലെ സ്നേഹം നിമിത്തമല്ലേ അത് ചെയ്തത്. അത് ലോകക്കാരുടെ കാര്യമാണ്, അതൊരു കറക്റ്റ് ഉദാഹരണമൊന്നുമല്ല. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? മനഃപൂർവ്വം ബലിപീഠത്തിലേക്ക് നടന്നങ്ങ് കയറി. അവൻ മനസ്സോടെ ശാപമരത്തിലേക്ക് നടന്നെന്ന് പാട്ടുകാരൻ പാസ്റ്റർ MK വർഗീസ് പാട്ട് എഴുതി. ഇടയാറം മുളയ്ക്കൽ ഇരുന്നു കൊണ്ട് താൻ അന്ന് കുത്തിക്കുറിച്ച ആ വരികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റുപാടുന്ന വരികളാണത്. അവൻ മനസ്സോടെ ശാപമരത്തിലേക്ക് നടന്നു കയറി. അപ്പോൾ കർത്താവ് മനസ്സോടെ ആ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ തൻ്റെ കാന്തയും അതുപോലെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഞാൻ വീണ്ടും ആ മത്തായി 11 വരിക. മത്തായി 11 വരുമ്പോൾ മാത്യു ചാപ്റ്റർ 11 നമ്മളൊരു വാക്യം എടുത്തു വെച്ചില്ലേ? യെസ്. എന്റെ പിതാവ് സകലവും എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. അപ്പൊ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കണം. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ പുത്രനായിരിക്കുന്ന ക്രൂശിലേക്ക് നാം നമ്മെ തന്നെ ചേർത്ത് കെട്ടണം. അഡ്വാൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നമേ. അതായത് ബലിപീഠം എടുത്തുകൊണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? നാം ബലിപീഠത്തിൽ നമ്മെ സമർപ്പിക്കണമെന്നല്ലേ. അത് അനുഗമിക്കാൻ ആഗ്രഹമുള്ളവർക്കാണല്ലോ, തന്നെ പിന്തുടരാൻ ആഗ്രഹമുള്ളവർക്കാണല്ലോ. താൻ വന്നത് എന്തിനാ? പിതാവിനെ വെളിപ്പെടുത്താനാണ്. ഇപ്പം ഞാൻ വേറൊരു ആംഗിളിൽ നിന്നാണ് പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാരെ തന്നെപ്പോലെ ആക്കി തീർക്കുവാനാണ്, സെയിം ഇമേജിലേക്ക് കൊണ്ടുവരുവാനാണെന്ന് പറഞ്ഞു. അത് ഒരു വിഷയം. ഇപ്പം മറ്റൊരു വിഷയമാണ് പറഞ്ഞത്. ഇപ്പം പറഞ്ഞത് എന്താ? പിതാവിനെ വെളിപ്പെടുത്താൻ പുത്രൻ വന്നിരിക്കുന്നു. അതായത് മഹത്വവാനായ ദൈവത്തിൻ്റെ സകല തേജസ്സും ദേഹരൂപമായി വസിക്കുന്നത് പുത്രനിലല്ലേ? അല്ലേ? ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണത എവിടെയാണ്? പുത്രനിലാണ് വെളിപ്പെടുന്നത്. അപ്പോൾ പുത്രൻ വന്നത് പിതാവിനെ വെളിപ്പെടുത്താനാണ്. അപ്പോൾ പിതാവിനെ എന്തുകൊണ്ട് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? പിതാവിനെ എല്ലാവർക്കും ഒട്ടും വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെയല്ലേ എഫേസ്യ ലേഖനം 1:17 കിടക്കുന്നത്. ഒന്ന് നോക്കിയേ, എഫേഷ്യൻസ് ചാപ്റ്റർ 1:17. പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ വല്ലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അവിടെ വാക്യത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അതായത് പിതാവായ ദൈവത്തെ നമ്മൾ വെളിപ്പാടിലാണ് അറിയുന്നത്, വെളിപ്പാടിലാണ് അറിയേണ്ടത്. ഈ വാക്യപ്രകാരം അതല്ലേ നമുക്ക് കിട്ടുന്ന ഉത്തരം, അല്ലേ? ആ പിതാവായ ദൈവത്തെ നമ്മൾ എങ്ങനെ അറിയുന്നത്? വെളിപ്പാടിൽ അറിയണം, ആഴത്തിൽ അറിയണം. ആ വെളിപ്പാട് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ നമ്മെ കെട്ടുമ്പോഴാണ് പ്രകാശം ലഭിക്കുന്നത്. എന്നുവെച്ചാൽ പ്രകാശം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? വെളിപ്പാട് തന്നെ. വെളിപ്പെടുകയല്ലേ, മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുകയല്ലേ. പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താ? പ്രകാശം ഇരുളിലല്ലേ ഉദിച്ചു വരുന്നത്, ഇരുട്ടിലെല്ലാം മറഞ്ഞിരിക്കുകയാണ്. വെളിച്ചം വന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം സുതാര്യമായി വരികയാണ്, തുറന്നു വരികയാണ്. അപ്പോൾ പ്രകാശം ലഭിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങളും വെളിപ്പാടുകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ റൂട്ടാണ് നമ്മൾ പറഞ്ഞത്. റൂട്ട് എന്താ? നാം നമ്മെ തന്നെ യാഗപീഠത്തിലേക്ക് ചേർത്ത് കെട്ടുക. അതാണ് അതിൻ്റെ റൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നൊന്ന് സ്കിപ്പ് ചെയ്ത് വന്ന് അച്ഛൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി 1/2 പേജ് എഴുതി വെച്ചിരിക്കുക.
അച്ഛൻ്റെ അര പേജ് അവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ അച്ഛനിലേക്ക് പോകുന്നില്ല ഞാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പറഞ്ഞ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ നന്നായിട്ട് ഓർത്തോർത്ത് തന്നെ ഓരോന്ന് പറഞ്ഞത്. നിപ്പി വേണേൽ ബ്രേക്ക് ചവിട്ടാമായിരുന്നു. പക്ഷെ അതങ്ങനെ ഒരു ഫ്ലോ വന്നതുകൊണ്ട് ഞാൻ ബ്രേക്കിൽ കാല് വെച്ചില്ല. അച്ഛനെയും കപ്പേരെയൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയും കാണാമല്ലോ. അല്ല, ഇടയ്ക്ക് നമുക്ക് വേണേൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാം. ഇതൊക്കെ വേണേൽ പറയാം. പക്ഷേ ഇതിങ്ങനെ ഒരു ഫ്ലോ വന്നപ്പോൾ എങ്ങനെയോ ഇത് സംഭവിച്ചു. നമ്മൾ പറഞ്ഞു വന്ന ആ കാര്യത്തിനൊരു ഗൗരവമുണ്ട്. ആ ഗൗരവത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു വന്നതുകൊണ്ടാണ് ഒരു സീരിയസ് ആയ ഒരു കാര്യത്തിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു സിസ്റ്റമാറ്റിക് മെസ്സേജ് ഇന്നില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെസ്സേജ്, സിസ്റ്റമാറ്റിക് മീൻസ് ഒരു ഓർഡറിലൊരു മെസ്സേജ് പറയാനായിട്ട് സാധിച്ചില്ല. കാരണം നമ്മുടെ മെസ്സേജുകൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കേൾക്കാൻ ആളുകളുണ്ട്. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ വെള്ളറുടെ വഴി വണ്ടി ഓടി ഏതിലെയൊക്കെയോ രാജ്യങ്ങളിലൂടെ ചുറ്റിക്കറങ്ങിയ ഈ വണ്ടി ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ പോർഷനായിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അത് ആ തിരുവനന്തപുരത്ത് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നോ മറ്റോ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ കയറി വന്നത്. യഥാർത്ഥ ദൈവിക വെളിപ്പാടുകൾ ഞാൻ ഓർക്കും, പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലഘട്ടത്തിലൊക്കെ ജനം സത്യവചനം കേൾക്കാൻ, അതായത് അന്നത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബൈബിൾ ക്ലാസ്സുകളായിരുന്നു. ബൈബിൾ ക്ലാസ്സുകൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് ബൈബിൾ ക്ലാസ്, ദെൻ കാത്തിരിപ്പ് യോഗം, ടാരി മീറ്റിംഗ്. കാത്തിരിപ്പ് യോഗം എന്ന് പറയുമ്പോൾ വചനം പഠിച്ച് വചനം ധ്യാനിക്കുന്നവരാണല്ലോ കാത്തിരിക്കുന്നത്, അല്ലേ? ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ പിന്നത്തേതിൽ കാത്തിരിപ്പ് യോഗത്തിന് വരികയാണ്, ആത്മാവിൽ നിറയപ്പെടുവാൻ വേണ്ടി. അല്ലെങ്കിൽ നിറയപ്പെട്ടവരും കടന്നു വരുന്നത് എന്തിനാ? അവരുടെ സന്തോഷ നിമിത്തം ആത്മാവിൽ ആരാധിക്കുവാൻ, അതായത് ആനന്ദ നദിയിൽ ഇറങ്ങുവാൻ, അങ്ങനെ ആ മഹത്വവാനായ ദൈവത്തെ ആരാധിക്കുവാനും ആത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ഒക്കെയല്ലേ ജനം കടന്നു വരുന്നത്. ഇന്ന് യാന്ത്രികമായ ഒരു ലോകത്ത് നമ്മൾ ആകപ്പെട്ടു പോയി. ആരുടെയും കുറ്റമല്ല, എല്ലാവരും ബിസിയാണ്. അങ്ങനെ ബിസി ആയിരിക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾക്കും, എന്നാൽ ന്യൂസിലാൻഡിലെ സഭ കഴിഞ്ഞ ഒരാഴ്ച ഫാസ്റ്റിംഗ് പ്രയറിലും മറ്റുമൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. കഴിഞ്ഞ ആഴ്ച ആയിരുന്നു എബി, അത് എന്നായിരുന്നു? അത് കഴിഞ്ഞ ഒരാഴ്ച സഭ ഫാസ്റ്റിംഗ് പ്രയറിലൂടെ പോയി വീടുകളിലൊക്കെ വെച്ച് പ്രാർത്ഥന വെച്ചു. എല്ലാ വീടുകളിലും വിശുദ്ധന്മാർ ഒരുമിച്ച് കടന്നു വന്ന് അവിടെ സ്തുതിയും സ്തോത്രവും പരിമള ധൂപാർപ്പണമൊക്കെ നടക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ധൂപം യാഗപീഠത്തിൽ നിന്നും ധൂപം ഉയരുകയാണ് സ്വർഗത്തിലേക്ക് ഉയരുന്നത് ഏതിലെയാ? ആകാശമണ്ഡലങ്ങളിലൂടെയല്ലേ അതങ്ങ് ഉയരുന്നത്. നമ്മളുടെ ഓരോ വീടുകളിലും വെച്ച പ്രാർത്ഥനയിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി അവിടെ യാഗാർപ്പണവും ധൂപാർപ്പണമൊക്കെ നടത്തിയപ്പോൾ ആ സൗരഭ്യം പരന്നത് എങ്ങനെയാ? അത് ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും കടന്നല്ലേ മൂന്നാം സ്വർഗത്തിലേക്ക് കടന്നുപോയത്. പ്രൈസ് ഗോഡ്. പഴയ കാലത്താണെങ്കിൽ സ്വർഗദൂതന്മാർ ഇറങ്ങി വന്ന് വേണമായിരുന്നു ധൂപം കൊണ്ടുപോകാൻ. ഇന്നോ സ്വർഗദൂതൻ്റെ ഒന്നും സപ്പോർട്ട് ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ രക്തമടയാളമുള്ള പുതിയ നിയമത്തിൻ്റെ വിശുദ്ധന്മാർ അധികാരികളാണ് നാം. നമ്മളുടെ സ്തുതിയും സ്തോത്രവും എല്ലാം ആകാശങ്ങളിലൂടെ കടന്നു പോകും. ആർക്കും തടുക്കാൻ കഴിയില്ല, ഒരുവനും തടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ദൈവസഭ ഒരുമിച്ച് കൂടുകയും അവിടെ ദൈവവചനം ഘോഷിക്കുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന അതാണല്ലോ ബൈബിൾ വയ്ക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദൈവസഭ പോകേണ്ട ഒരു രീതി അങ്ങനെയല്ലേ. പക്ഷേ ഇന്നത്തെ പൊതുവിലുള്ള പെന്തക്കോസ്റ്റ് ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ആരുടെയും കുറ്റമല്ലെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും കുറ്റമാണോ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല, ഒടുക്കം ലജ്ജിക്കും. എല്ലാവരും ബിസിയാ. ദൈവവചനം ധ്യാനിക്കാനോ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾക്കോ അതിനൊന്നും ടൈമില്ല. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ സമയം കണ്ടെത്തി വചനത്തിൻ്റെ ചോട്ടിലും ആത്മാവിൽ ആരാധിക്കുമ്പോഴും ഒക്കെ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ വെളിപ്പാട് ലഭിക്കും. നമുക്ക് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് ലഭിക്കില്ലേ? അങ്ങനെ വെളിപ്പാടുകൾ ലഭിക്കും. വിശുദ്ധന്മാർക്ക് ഉയർന്ന ആഴമേറിയ ചിന്തകളാണ് ലഭിക്കുന്നത്.
അങ്ങനെയല്ലേ നമ്മൾ വചനത്തിൽ സമ്പന്നരാകുന്നത്. വചനത്തിൽ സമ്പന്നരാകണം. ഓക്കെ, അപ്പം ഞാൻ വാക്കുകളെ ഇന്ന് ഇങ്ങനെ അങ്ങ് നിർത്താം. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞ് ഏതാണ്ട് അവസാനിപ്പിക്കുകയായിരുന്നല്ലോ. എന്നാൽ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓവറോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരാനുണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അച്ഛൻ്റെ മെസ്സേജിലൂടെ. എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീമാൻ സജി വർഗീസ് ഓർത്തഡോക്സിയെക്കുറിച്ച് പഠിക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഞാൻ ഓർത്തഡോക്സിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടാത്ത ഒരു ഉത്തരം എന്ന് വെച്ചാൽ സത്യത്തിൽ ഇവരുടെ ദൈവം ആരെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അച്ഛനോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയുന്ന ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമാണോ നിങ്ങളുടെ ദൈവം? അതെയോ അത്യുന്നതനായ ദൈവമാണോ നിങ്ങളുടെ ദൈവം? അതെയോ യഹോവയായ ദൈവമാണോ? അങ്ങനെ 3 പ്രധാനപ്പെട്ട ദൈവങ്ങളുണ്ട് അവരെ സംബന്ധിച്ച്. അവരുടെ ഒരു കൂട്ടം വിശ്വാസികൾ പറയുന്ന അവർ അത്യുന്നതനായ ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന്. മറ്റൊരു കൂട്ടം പറയുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെയാന്ന്. ഇനി ഒരു കൂട്ടർ പറയും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഒന്നാണോ? അതേത് മൂന്നാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അച്ഛൻ ചെറിയ അമിട്ട് നമ്മുടെ നേരെ ഇട്ടു, നമ്മൾ തിരിച്ചൊരു ബോംബ് തിരിച്ചങ്ങോട്ട് ഇടുക. നമ്മുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു എക്സ്ക്യൂസ് ഉണ്ട്. 100 കൊല്ലത്തിൻ്റെ ഒരു പ്രായമേ തരുള്ളൂ, അതൊരു പുച്ഛത്തിലാണ് തരുള്ളൂ. മറു സൈഡിലേക്ക് പറഞ്ഞാലോ 2000 കൊല്ലത്തെയാണ് പറയുന്നത്. അപ്പോൾ 2000 കൊല്ലമായിട്ട് യഹോവയായ ദൈവം ആരെന്ന് ഇവർക്ക് അറിയാവോ? അവരുടെ മെത്രാന നമ്മുടെ നടുവിൽ വന്നിരുന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? യഹോവയായ ദൈവം കൊല്ലുന്ന ദൈവമാണെന്ന് അല്ലേ? നമ്മൾ കേട്ടതല്ലേ വയസ്സനായ മെത്രാൻ പറഞ്ഞത്. അപ്പോൾ ഓർത്തഡോക്സി എന്താണെന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ഉത്തരമാണ്, ഇവർക്ക് ദൈവം ആരെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സുന്നകദോസുകൾ കൂടേണ്ടി വരും. ഇനി കോൺക്രീറ്റായിട്ട് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റും. യാഹാം ദൈവം ഞങ്ങളുടെ ദൈവമാണ് അല്ലേ? ഞങ്ങൾ സേവിക്കുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെയാണ്. ആ ദൈവം അത്യുന്നതനായ ദൈവമാണ്, അത്യുന്നതനായ യഹോവയാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. അങ്ങനെ ഒരു ഓർത്തഡോക്സുകാരൻ പറഞ്ഞാൽ മറ്റവനും എന്നെ അടിക്കും. അവൻ അങ്ങനെ പറഞ്ഞാൽ ഇവൻ അവനെയും അടിക്കും. കാരണം എന്നാ? അവരിൽ ബഹുഭൂരിപക്ഷത്തിനും യഹോവയെ താല്പര്യമില്ല. യഹോവ അവരുടെ ദൈവമല്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കൂട്ടം പറയുന്നത് ത്രിയേക ദൈവമാണ് അവരുടെ ദൈവമെന്ന്. വേറൊരു കൂട്ടർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്ന അത്യുന്നതനായ ദൈവമാണ് അവരുടെ ദൈവമെന്ന്. അതിനൊക്കെ അവർ റെഫറൻസ് ഓരോന്ന് പൊക്കിക്കൊണ്ട് വരും. ഇസ്രായേലിൻ്റെ ദൈവമായിട്ട് അവർക്കും ഒരു ബന്ധമില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇത്രയും സമയം ചിതറിയ ചിന്തകളാണ് വിശുദ്ധന്മാരുടെ നടുവിൽ പങ്കുവെച്ചത്. തുടക്കത്തിൽ പറഞ്ഞത് ഒരു സങ്കടകരമായ കാര്യമാണ്. നാം ദൈവസഭയെയും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഭകളെല്ലാം ഉണർത്തപ്പെടണം. അപ്പം അങ്ങനെ ഉണർത്തപ്പെട്ട സഭകൾ അധികാരികളായി ദേശത്ത് ആത്മലോകത്ത് വാഴ്ചകളെയും അധികാരങ്ങളെയും ഒക്കെ കാൽ കീഴിലിടണം. അത് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകാശത്തിലേക്കും യാഗപീഠത്തിലേക്കും കൊമ്പുകളിലേക്കും ഒക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് ആയ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഉദ്ദേശിച്ച ആ വിഷയത്തിലേക്ക് കടക്കാൻ കഴിയാതെ പോയത്. എന്തായാലും എനിവേ, ഇതെല്ലാം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഗുണകരമായി തീരട്ടെ, പ്രകാശമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, ബലമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.